നമസ്കാരം. ഭദ്രകാളി ദേവി അഥവാ സാക്ഷാൽ കാളി ദേവി നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ദേവിയുടെ വിശേഷപ്പെട്ട നാമങ്ങളോ അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പരാമർശിക്കുന്നത് ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. ജീവിതത്തിൽ പല വിധത്തിലും തടസ്സങ്ങൾ നേരിടുന്നതായ വ്യക്തികളുടെ എനർജിയാണ് കാണുവാനായി സാധിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല തീരുമാനങ്ങളും എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. മാനസികപരമായി വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാവുകയോ അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും പലരും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പലതും നഷ്ടപ്പെടുത്തി പോകേണ്ടതായ സാഹചര്യം, അല്ലെങ്കിൽ അവർ മൂലം നഷ്ടപ്പെട്ടു പോയതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങളെ വേണ്ട എന്ന് വെച്ച് മറ്റുള്ളവരെ അവർ തേടിപ്പോയിരിക്കാം. പലരും നിങ്ങളെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വളരെയധികം വിഷമങ്ങൾ തോന്നുന്നതായ വാക്കുകൾ നിങ്ങൾക്ക് നേരെ അവർ പ്രയോഗിച്ചിട്ടുണ്ടാകാം എന്ന് കാണുന്നു. പിന്നിൽ നിന്നും പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പലരിൽ നിന്നും അപ്രതീക്ഷിതമായി ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പാസ്റ്റിൽ നടന്നതായ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു. മാനസികമായും അല്ലാതെയും വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു അന്ത്യം സംഭവിക്കുന്നു. ഇതിനെല്ലാം ഒരു അവസാനം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അതായത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുന്നു. ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് പ്രകാശം വന്നെത്തുവാൻ പോകുന്നതായ സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന അമ്മ നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നതാണ്. ഏറെ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹമാണ് എങ്കിലും ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ നല്ല മനസ്സ്, നല്ല കർമ്മത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ കടാക്ഷം, അനുഗ്രഹം മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ ഇപ്രകാരം തന്നെ വ്യത്യസ്തരാക്കി തീർക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ കാലത്ത് നിങ്ങളെ പോലെയുള്ള വ്യക്തികളെ കണ്ടു കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഈ സമയം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനസികമായും അല്ലാതെയും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഒരു വാതിൽ കൊട്ടിയടച്ചപ്പോൾ മറ്റൊരു വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ, വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു.
അമ്മയുടെ അനുഗ്രഹത്താൽ അപ്രതീക്ഷിതമായാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് തന്നെയാണ് കാണുന്നത്. നല്ല ജോലിയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങളോ അനുകൂലമാക്കുവാനുള്ള അവസരങ്ങളായിരിക്കാം നിങ്ങളെ തേടിയെത്തുക. അതിനാൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എന്തോ ഒരു കാര്യം നിങ്ങളെ തേടി വരുന്നു എന്നർത്ഥമാക്കാം. അത് നിങ്ങൾ പ്രതീക്ഷിച്ചതാകാം, പ്രതീക്ഷിക്കാത്തതായ കാര്യവുമാകാം. ചില ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങളുമുണ്ട് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ ഒരുപാട് അവരെ വിശ്വസിച്ചിരിക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും അതായത് നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും വിധമാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലാണ് കാണുവാനായി സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് എന്നുള്ളതാകുന്നു. അതിനാൽ ആ കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം തളർത്തി കളയുകയോ മനസ്സിന് അത്രമേൽ ആഘാതം സൃഷ്ടിക്കുകയോ ചെയ്തിട്ടുള്ളതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളത്തെ പരീക്ഷണഘട്ടം, അതായത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതായ സാഹചര്യം പോലുമുണ്ട്. അത്തരത്തിലുള്ള പരീക്ഷണഘട്ടത്തിന്റെ അവസാനം ഒരു പരിധിവരെ നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പരിധിവരെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. പുതിയ തുടക്കം അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം നിറയുന്നതായ സാഹചര്യങ്ങൾ, അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ പലർക്കും ആ കഴിവുകൾ മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ല. നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികൾക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. സ്വന്തം കഴിവ് തന്നെ നിങ്ങളും അല്പം കൂടി തിരിച്ചറിഞ്ഞ് ആ കഴിവിനനുസരിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതായ ആ കഠിനമായ പരിശ്രമങ്ങൾ, അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ആ സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് എപ്രകാരം ദുരിതപൂർണമായ അവസ്ഥകൾ നൽകിയോ ആ സിറ്റുവേഷന് അല്പം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്നവരാകാം. അത്തരത്തിൽ എന്തോ ഒരു നഷ്ടം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഉടനെ തന്നെ സന്തോഷിക്കാനുള്ള ചില അവസരങ്ങൾ അമ്മയായി തന്നെ കൊണ്ടുവരും എന്നും കാണുന്നു. സ്വന്തം സന്തോഷത്തിനും ഇഷ്ടങ്ങൾക്കും വളരെയധികം സമയം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടേതായ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്നും കാണുന്നു. ജീവിതമാർഗം അടഞ്ഞതായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് പരമാണ് എങ്കിലും ചില തകർച്ചകളോ ചില മോശമായ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് മറികടക്കുവാനുള്ള ശക്തി അമ്മയായി തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ക്രിയേറ്റീവായ ആ പവറിനെ നിങ്ങൾ പുറത്തെടുക്കേണ്ടത് അനിവാര്യമാണ്. പുതിയ ചില പദ്ധതികൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യണം, ഇപ്രകാരം ചെയ്യരുത്, ഇത്തരത്തിൽ പലവിധ കാര്യങ്ങളും മനസ്സിൽ കണക്കുകൂട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അത്തരം ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ശരിയായ തീരുമാനം നിങ്ങൾക്ക് പലപ്പോഴും എടുക്കാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഉചിതമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്തതായ സാഹചര്യവും
നിങ്ങളെ വിഷമത്തിൽ ആഴ്ത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനൊരു മാറ്റം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമായി തന്നെ മാറിയിരിക്കുന്നു എന്ന് കാണുന്നു. നല്ല സ്ട്രോങ് ആയി തന്നെ ഡിസിഷൻ എടുക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ചിലർ നിങ്ങളോട് പിന്മാറാൻ പറഞ്ഞു എന്ന് വരാം. അവർക്കറിയാം ഇത് നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന ഒരു കാര്യമാണ്. അതിനാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പല വഴികളിലൂടെയും പല മുറയ്ക്കും വന്നു ചേരാം. എന്നാൽ അത് തിരിച്ചറിയുവാൻ സാധിക്കുകയും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. അവർ പറയുന്നതായ കാര്യങ്ങൾ ശരിയല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് സ്വയം തോന്നുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതായ ചില രഹസ്യം അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുവാനും നിങ്ങൾ അറിയേണ്ടതായ ചില രഹസ്യങ്ങൾ അത് നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും, നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. മാനസിക ദുഃഖങ്ങൾ മാറ്റി നിർത്തുവാനും പുതിയ ശുഭകരമായ കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിനെ കൂടുതൽ സന്തോഷഭരിതമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും ആസ്വദിച്ച് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴും ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ പോരാ എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ അതിൽ നിന്നും അല്പം മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം, സ്വന്തം കാലിൽ തന്നെ നിൽക്കണം എന്ന ചിന്ത നിങ്ങളിലുണ്ട്, ഒരു ആഗ്രഹം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു അവ്യക്തത നിങ്ങൾക്കുണ്ട്. ചിലർ പറയുന്നതായിരിക്കാം നിങ്ങൾ സ്വീകരിക്കുക, എന്നാൽ പിന്നീട് അത് നിങ്ങൾക്ക് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടാം. അതിന്റെ അർത്ഥം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. നിങ്ങളിൽ പലർക്കും എന്നർത്ഥമാക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, അതായത് നിങ്ങൾ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി പഴി കേൾക്കുകയും ചെയ്യുന്നതായ സാഹചര്യം, അതിന് ഒരു വ്യക്തത വന്നു ചേരും. അതായത് പല കാര്യങ്ങളും നിങ്ങൾ ഏകദേശം ഒരു ഊഹം വെച്ച് ചെയ്യുകയും മറ്റുള്ളവരുടെ ഉപദേശത്താൽ ചെയ്യുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും അല്പമൊരു മാറ്റം വന്നു ചേരാം എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാകാം നിങ്ങൾ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. കർമ്മരംഗത്ത് കൂടാതെ വ്യക്തി ജീവിതത്തിലും തെറ്റിദ്ധാരണകൾ സംഭവിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അലട്ടുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളെ തളർത്തി കളയുന്നതായ സാഹചര്യമുണ്ട്. അത്രമേൽ വിഷമങ്ങൾക്ക് അത് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ചില അവസരങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മയായിരിക്കും, മറ്റുള്ളവർക്ക് നിങ്ങൾ മൂലം ഒരു കാര്യം അനുകൂലമായി ഭവിക്കുന്നത്. അത്തരത്തിൽ ചിന്തിച്ച് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറാം, തിരിച്ചടിയായി മാറാം. അത്തരം പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നിങ്ങൾ തന്നെ പഴി കേൾക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ഇത്തരത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പുതിയ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി തന്നെ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. രക്ഷപ്പെടാനുള്ള വഴികൾ പലപ്പോഴും നിങ്ങൾ അന്വേഷിക്കുന്നതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലം രക്ഷപ്പെടാം എന്ന് ചിന്തിക്കും. എന്നാൽ പിന്നീടാണ് അത് തെറ്റായിരുന്നു,
മിഥ്യാധാരണയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതായ സാഹചര്യം. എന്നാൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നുള്ളതാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾ മറയ്ക്കുവാൻ ചില ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും കാണുവാനായി സാധിക്കുന്നു. ചില വ്യക്തികൾ മൂലം അത്തരം ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാവുന്നതാണ് എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും പെട്ടെന്ന് ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇതുമൂലം ചില വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാകാം നിങ്ങൾ. എന്നാൽ കാര്യങ്ങൾ മാറി മറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാരണം പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ സാധിക്കും. ശരിയായ സമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പലപ്പോഴും ആലസ്യം നിങ്ങൾക്ക് ഒരു പ്രശ്നമായി തന്നെ മാറാം. പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്ന തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. മാറ്റങ്ങൾ ഉണ്ടാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പല വിധത്തിലുമുള്ള കഴിവുകൾ പുറത്തെടുക്കുവാനും അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം അമ്മ മഹാമായയിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. അമ്മയെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നെഗറ്റീവായ ആ കാര്യങ്ങൾ ഒഴിവാക്കുകയും പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ നിറയ്ക്കുകയും ചെയ്യണം. പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് സന്ദേശം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.